കാനഡയിൽ നടന്ന G7 ഉച്ചകോടിയിലായിരുന്നു. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പൂർണ്ണമായിട്ടും അവഗണിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞൊരു വാചകം, അമേരിക്കൻ പ്രസിഡന്റ് ചോദിച്ചു എന്ന് പറഞ്ഞു, ഇവിടെ വരെ വന്നതല്ല, അമേരിക്കയിൽ വന്നിട്ട് പൊയ്ക്കൂടെ. നോർമലായിട്ട് രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ കാണുമ്പോൾ ചോദിക്കാവുന്ന ചോദ്യമാണ്. ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം, ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റും ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് സ്പാറ്റ്, അതായത് ഇഷ്യൂ ഒന്നും തന്നെ സോർട്ട് ഔട്ട് ചെയ്തിട്ടില്ല. അതിനിടയ്ക്കാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും മറ്റുള്ള രാജ്യങ്ങളും നോക്കുന്ന സമയത്ത് ഈ റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലോട്ട് വരുന്നത്. ഇതുമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് പറയുന്നത് 100 ബില്യൺ ട്രേഡ് എഗ്രിമെൻ്റ് ആണ്. ഈ ട്രേഡ് എന്ന് പറയുന്നത് മനസ്സിലായത് ഇന്ത്യ അങ്ങോട്ട് സാധനം കൊണ്ടുപോകുന്നതല്ല ഈ ട്രേഡ്. ഈ റഷ്യയുടെ വെപ്പൺസ്, അതായത് X-400 വെപ്പൺസ്, ആൻറ്റി എയർക്രാഫ്റ്റ്, അതായത് എയർ ഡിഫൻസ് സിസ്റ്റം, ഇനി അവർ 3 തരാനുണ്ട്, 2 തന്നിട്ടുള്ളൂ. അത് തരുന്നതിന് ഡീല് അത് ഉറപ്പിക്കണം. രണ്ടാമത് കാരണം അവർ വാറിൻ്റെ ഇതിലായതിൻ്റെ പേരിൽ അവർ കംപ്ലീറ്റ് സിസ്റ്റം അവർ ഉപയോഗിക്കാൻ ഇന്ത്യയിലോട്ട് തന്നിട്ടില്ല. രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത്, റഷ്യക്ക് താല്പര്യമുണ്ട്. കാരണം നേരത്തെ ഇന്ത്യ റഫേൽ മേടിച്ചു കഴിഞ്ഞപ്പം അവർ 2 പ്രപ്പോസലാണ് മുമ്പോട്ട് വെച്ചത്. ഒന്ന് F-35 എയർക്രാഫ്റ്റ്, രണ്ടാമത് Su-57, അവരുടെ ലേറ്റസ്റ്റ് 5th ജനറേഷൻ എന്ന് പറയുന്നത്.